നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ബിനു പാസ്റ്ററെ പറ്റിയാണ്. ബിനു പാസ്റ്റർ വിഷയം വളരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോവുകയാണ്. ബിനു പാസ്റ്ററെ എല്ലാവരും വിമർശിക്കുന്നു. തിരിച്ച് അദ്ദേഹവും യൂട്യൂബിലൂടെ പലരും വിമർശിക്കുന്നു, വെല്ലുവിളിക്കുന്നു. ചില പാസ്റ്റർമാർ വെല്ലുവിളിക്കുന്നു. അങ്ങനെ വെല്ലുവിളികൾ പരസ്പരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിനു പാസ്റ്റർ ദൈവവേല ചെയ്യുന്ന ഒരാളാണ്, തർക്കമൊന്നുമില്ല. സാധാരണ നിലയിൽ നിന്നും ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് ബിനു പാസ്റ്റർ. വലിയ സാമ്പത്തികമൊന്നുമില്ലാത്ത ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ബിനു പാസ്റ്റർ. എന്നാൽ ഇപ്പോൾ കോടാനുകോടി രൂപയുടെ ആസ്തിയുണ്ട്. ഈ ആസ്തി ലഭിച്ചത് ദൈവവേലയിൽ നിന്ന് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ആ ദൈവവേല എടുത്ത് കിട്ടിയതാണ്, ദൈവം കൊടുത്തതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആയിരിക്കാം. ആ ദൈവവേലയിൽ കൂടെ അദ്ദേഹത്തിന് സാമ്പത്തികം ഉണ്ടായി. പല ചാരിറ്റികളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചാരിറ്റി ഇപ്പോഴത്തെ കാലത്ത് നല്ലൊരു ആദായ മാർഗമാണ്. ചാരിറ്റിയിലൂടെ കോടീശ്വരരായ പലരുമുണ്ട്. 10,000 രൂപയുടെ ചാരിറ്റി ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപ പിരിക്കാം, അല്ലെ 10 ലക്ഷം രൂപ പിരിക്കാം, അല്ലെ 10 കോടി രൂപ പിരിക്കാം. ഇതിനൊന്നും ഒരു കണക്കുമില്ല. ഇന്ത്യ മഹാരാജ്യത്ത് പലതും നടക്കും. വെളിയിൽ നിന്ന് വരുന്ന പണം, സാമ്പത്തികം, അതൊക്കെ തടയിടാൻ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ട് ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുന്നവരാണ് ഇത്തരത്തിൽ ചാരിറ്റിയുമായി നടക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ബിനു പാസ്റ്ററിൻ്റെ ഒട്ടനവധി വീഡിയോ ഞാൻ കണ്ടു. അതിൽ ഭൂരിപക്ഷവും കൂടോത്രം ഒഴിപ്പിക്കുന്നതും കൈവശം ഒഴിവാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോകളാണ്. ഹിന്ദുക്കളിലെ അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും പെടുന്നതാണ് ഈ കൂടോത്രം, കൈവശം, ശകുനം, വാസ്തു, ഇത്തരത്തിലുള്ള സംഗതികൾ. അതിപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഇത്തരത്തിലുള്ള ചില സഭകളാണ്. സാധാരണ ക്രിസ്ത്യൻ സഭകളെ പറ്റിയല്ല പറയുന്നത്. ഇങ്ങനെ ബിനു പാസ്റ്റർ നടത്തിക്കൊണ്ട് പോകുന്ന തരത്തിലുള്ള ചില സഭകൾ ഭക്തരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അവരിൽ ആകുലതയുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി അവരെ ചൂഷണം ചെയ്യുക. ഇക്കാലത്ത് ഹിന്ദുക്കൾ പോലും കൂടോത്രത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള സഭയിൽപ്പെടുന്നവരാണ്. ഇത്തരത്തിലുള്ള സഭയിലെ പാസ്റ്റർമാരാണ് അതിന് പരസ്യം കൊടുക്കുന്നത്. ബിനു പാസ്റ്ററിനെ ഞാൻ അറിയുന്നത് തന്നെ, ഞങ്ങളുടെ നാട്ടുകാരനാണ് എങ്കിലും ശരിക്കും അറിയുന്നത് തന്നെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഒരു പോക്സോ കേസുമായി എൻ്റെ അടുത്ത് വന്നപ്പോഴാണ്. രഞ്ജിത്ത് എന്നോട് പറഞ്ഞു, ഇത് ബിനു പാസ്റ്ററിൻ്റെ സ്വാധീനത്തിൽ എടുത്ത കേസാണ്. ഞാൻ ആ കേസ് പഠിച്ചപ്പോൾ തന്നെ അത് രഞ്ജിത്തിനെ മനഃപൂർവ്വം പ്രതിയാക്കിയതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അത് ബിനു പാസ്റ്ററാണോ പ്രതിയാക്കാൻ ശ്രമിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ കേസ് ഒരു കള്ളക്കേസാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇങ്ങനെ പല കേസുകളും ഇത്തരത്തിൽ ബിനു പാസ്റ്ററിൻ്റെ കയ്യൊപ്പോടുകൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. എനിക്ക് നേരിട്ടറിയില്ല. ഇപ്പോൾ ബിനു പാസ്റ്ററും കൂട്ടരും നന്നായി വെല്ലുവിളിക്കുന്നുണ്ട്, പരസ്യമായി വെല്ലുവിളിക്കുന്നുണ്ട്, RSSകാരെ വെല്ലുവിളിക്കുന്നുണ്ട്, BJPക്കാരെ വെല്ലുവിളിക്കുന്നുണ്ട്, ഒക്കെയുണ്ട്. ഓമല്ലൂരിൽ നടന്ന വിഷയത്തിൽ ആദ്യം മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJPക്കാരും ഇത്തരത്തിലുള്ള ബിനു പാസ്റ്ററിൻ്റെ ചെയ്തികളെ എതിർത്തവരാണ്. എന്നാൽ പെട്ടെന്ന് മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എല്ലാം ചുവട് മാറ്റി ബിനു പാസ്റ്ററിന് സപ്പോർട്ട് കൊടുത്തു. ബിനു പാസ്റ്റർ മഹാനായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരെ പോലീസിനെ വിളിപ്പിച്ചു എന്ന് ഒരു പാസ്റ്റർ പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു. ശരിയായിരിക്കാം, അത് കള്ളമാണെന്ന് വിശ്വസിക്കേണ്ടുന്ന കാര്യമില്ല. കാരണം ഇവിടെ വോട്ട് ബാങ്കാണ് പ്രശ്നം. വോട്ട് കിട്ടണം, ആരുടെ വോട്ട് വേണം. പിന്നെ ബിനു പാസ്റ്റർ നന്നായി വളർന്നു വരുന്നുണ്ട്, നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഗുണ്ടകളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാസ്റ്റർ തന്നെ പറഞ്ഞാണ്, ഗുണ്ടകളുണ്ട്, വെട്ടാനും കൊല്ലാനും കുത്താനും ഉള്ള ആൾക്കാരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, അത് അവിശ്വസിക്കേണ്ടുന്ന കാര്യമില്ല. അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമായതുകൊണ്ട് എന്തിനാ അവിശ്വസിക്കണം? ഒട്ടും അവിശ്വസിക്കുന്നില്ല. പരക്കെയുള്ള ആൾക്കാർക്കെല്ലാം വളരെ ഭയവും വിഷമവുമുണ്ട്. വൃദ്ധസാനത്തിൻ്റെ പേരിൽ ക്രൂരത കാണിക്കുക, ഒരു പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ ദേഹോദ്രവം ഏൽപ്പിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ജനങ്ങൾക്കൊക്കെ ആകുലതയുണ്ട്. പക്ഷേ ബിനു പാസ്റ്ററിൻ്റെ സ്വാധീനം അത്രത്തോളം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ ഇതുവരെ കേരള പോലീസ് തുനിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ കേരള പോലീസ് ഒന്നും ചെയ്യുകയുമില്ല. 100% ഉറപ്പ്, എഴുതി വെച്ച് തരാം, ചെയ്യുകയില്ല. എന്നാൽ ബിനു പാസ്റ്റർ കുടുങ്ങും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഓർത്തു വെച്ചുകൊള്ളുക. ബിനു പാസ്റ്ററിൻ്റെ കയ്യിൽ അനധികൃതമായി പണം വന്നു ചേരുന്നുണ്ടെങ്കിൽ ബിനു പാസ്റ്റർ കുടുങ്ങും.
ബിനു പാസ്റ്റർ സത്യവിരുദ്ധമായും നിയമവിരുദ്ധമായും ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബിനു പാസ്റ്റർ കുടുങ്ങും. ഇന്നല്ലെങ്കിൽ നാളെ, അധികം താമസിയാതെ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അവലും മലരും കാത്തുവെച്ചോളാൻ പറഞ്ഞത്, കുന്തിരിക്കം കാത്തുവെച്ചോളാൻ പറഞ്ഞത്? അവരിപ്പോൾ എവിടെ? അവരിപ്പോൾ ജയിലിനുള്ളിലാണ്. ബിനു പാസ്റ്ററിൻ്റെ അവസ്ഥയും ഒട്ടും വിദൂരമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നല്ല അന്വേഷണം വരുന്നുണ്ട്. അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ആരും അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. കേരള പോലീസിനെ മൂടി വെക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറമായി ബിനു പാസ്റ്ററിൻ്റെ ലീലകൾ. തീർത്തും നിയമവിരുദ്ധമായി നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ പ്രവൃത്തികൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. അതിന് സംശയം വേണ്ട. അങ്ങനെ ഇവിടെ ആരും രാജാക്കന്മാരായി വാഴില്ല. ദൈവത്തെ വിളിക്കാൻ ആർക്കും ഒരു പ്രശ്നമില്ല. ഇവിടെ നമ്മുടെ അടുത്തെല്ലാം പള്ളികളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്, പെന്തക്കോസ്ത് സഭകളുടെ പ്രാർത്ഥനാലയങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ആരും അതിനെതിരല്ല. ആരും അതിനെ എതിർക്കുന്നുമില്ല. എന്നാൽ ബിനു പാസ്റ്ററും കൂട്ടരും വരുത്തി വയ്ക്കാൻ ശ്രമിച്ചത് ഒരു മതത്തിനെതിരായി, ക്രിസ്ത്യൻ മതത്തിനെതിരായി ഉള്ള കടന്നുകയറ്റം എന്നുള്ള രീതിയിലാണ്. ഇവിടെ ക്രിസ്ത്യൻ മതത്തിനെതിരെ ആരും കടന്നു കയറിയില്ല. ബിനു പാസ്റ്റർ എന്നൊരു വ്യക്തിക്കെതിരെയാണ്, ബിനു പാസ്റ്റർ ചെയ്തികൾക്കെതിരെയാണ് പ്രതികരിച്ചത്. സ്വാഭാവികമായ പ്രതികരണം വരും ജനങ്ങളുടെ ഭാഗത്തുനിന്ന്. അത് BJP-ക്കാരുടെ മാത്രം പ്രതികരണമല്ല. അതിൽ ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാവരുമുണ്ട്. പിന്നെ ബിനു പാസ്റ്റർ പറഞ്ഞു കേട്ടു, ക്രിസ്ത്യൻ സമൂഹവും മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ചില മുസ്ലിം സംഘടനകളും എല്ലാം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഒരു വീഡിയോയിൽ കണ്ടതാണ്. ഇവരൊക്കെ എത്രയൊക്കെ സപ്പോർട്ട് ചെയ്താലും നിയമവിരുദ്ധമായി എന്തെങ്കിലും ബിനു പാസ്റ്ററിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ബിനു പാസ്റ്റർ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ബിനു പാസ്റ്ററിൻ്റെ ഈ ചെയ്തികളുടെ അന്ത്യം അതിവിദൂരമല്ല. നമ്മളാരും ഒന്നും ചെയ്യണ്ട. ചെയ്യാൻ ആൾക്കാരുണ്ട്. അന്വേഷണ ഏജൻസികൾ ധാരാളമുണ്ട് നമ്മുടെ രാജ്യത്ത്. അവർ അന്വേഷിക്കുക തന്നെ ചെയ്യും. കൃത്യമായി പിടിക്കുക തന്നെ ചെയ്യും. നമ്മൾ ആരെയും അടിക്കാനും പിടിക്കാനും എതിരിടാനും പ്രതിഷേധം നടത്താനും വഴി തടയാനും നിർത്തലാക്കാനും ഒന്നും പോകണ്ട. അവർ പ്രാർത്ഥിച്ചോട്ടെ. കൂടോത്രം ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച്, പ്രാർത്ഥിച്ച് മാറ്റാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പ്രാർത്ഥന നടത്തുന്ന ഇത്തരം കള്ളത്തരങ്ങൾക്കെതിരെ നമ്മൾക്ക് അവബോധം വേണം. നമ്മൾ ചിന്തിക്കണം, അത് പ്രചരിപ്പിക്കണം. ഈ കാലത്തും കൂടോത്രം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാർ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ ഉണ്ടെന്നുള്ള സത്യം നാം അറിയണം. നമ്മൾ പ്രബുദ്ധരാണെന്നാണ് നമ്മുടെ അഹങ്കാരം, ആത്മവിശ്വാസവും. നമ്മൾ ഒട്ടും പ്രബുദ്ധരല്ല എന്നുള്ളത് നമ്മുടെ ഈ നാട്ടിൽ, ഈ സംസ്ഥാനത്ത് നടക്കുന്ന ചില കാര്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ബിനു പാസ്റ്ററിന്റെ വീഡിയോകൾ, എത്രയെത്ര വീഡിയോകൾ, പ്രാർത്ഥിച്ച് രോഗം ശാന്തി, പ്രാർത്ഥിച്ച് കൂടോത്രം മാറ്റൽ, പ്രാർത്ഥിച്ച് ധനമുണ്ടാക്കൽ, പ്രാർത്ഥിച്ച് പരീക്ഷയിൽ ജയിക്കൽ, ഇതൊക്കെ ഇപ്പോഴും നടക്കുന്ന സംഗതിയാണ്. അത്ഭുതകരമാണ്. ഇത് കേട്ടാലും കണ്ടാലും സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്തു ചെയ്യാം? എന്നിട്ടും ഈ രാഷ്ട്രീയക്കാർ ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെയുള്ളവരെ താങ്ങുന്നതിലെ സാങ്കത്യമാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത് വോട്ടിന് മാത്രമായി ഇങ്ങനെ താങ്ങുന്നത് എത്ര മോശമാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അറിവും, ഓരോ കാര്യങ്ങളും, സമൂഹത്തിലെ ഓരോ കാര്യങ്ങളും വെളിയിൽ കൊണ്ടുവരണം. അത് ചർച്ച ചെയ്യണം. അത് അന്വേഷണ ഏജൻസികൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ആരും വ്യാകുലപ്പെടേണ്ട. കള്ളത്തരം കാണിക്കുന്നതിനെല്ലാം പോക്കും, പിടിക്കപ്പെടുക തന്നെ ചെയ്യും. അദ്ദേഹം പ്രാർത്ഥിച്ചോട്ടെ, അദ്ദേഹത്തിൻ്റെ സഭയിലുള്ളവർ പ്രാർത്ഥിച്ചോട്ടെ. അവർ പ്രാർത്ഥിച്ച് അസുഖം മാറ്റുമോ കൂടോത്രം മാറ്റുമോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുകയും വൃദ്ധസ്ഥാനത്തിൻ്റെ പേരിൽ മർദ്ദനം നടത്തുകയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ഇത്രയും പ്രശ്നമുണ്ടായിട്ടും കേരള പോലീസ് ബിനു പാസ്റ്ററിനെതിരെ കേസെടുത്തിട്ടില്ല. അവിടെയുള്ള 1-2 ഞൊക്കാണ്ടികളുടെ പേരിൽ കേസെടുത്തു. എന്തുകൊണ്ട് എടുത്തില്ല? അത്രയ്ക്ക് സ്വാധീനമാണ് അദ്ദേഹത്തിന് പോലീസിലും മറ്റുമുള്ളത്. എവിടെയൊക്കെ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇതിനൊരു അന്ത്യം വരും, ഇതിനൊരു തീർപ്പ് വരും, ഇതിനൊരു അവസാനം വരും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഇവിടെ അവലും മലരും കുന്തിരിക്കവും ഒക്കെ വെച്ചോണ്ട് ഇരിക്കാൻ പറഞ്ഞവർ പോയതുപോലെ ബിനു പാസ്റ്ററും പോകും. വെല്ലുവിളികളൊക്കെ അവസാനിക്കും. ബിനു പാസ്റ്ററിൻ്റെ ഈ ഒറ്റയാൾ വെല്ലുവിളി അധികം കാലം ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അയാളുടെ കയ്യിൽ തെറ്റുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്.
ഞാൻ വിശ്വസിക്കുന്നത്. നന്ദി, നമസ്കാരം.